തെർമൽ കണ്ടക്ടിവിറ്റിക്ക് ഒരു ടെമ്പറേച്ചർ കടന്നു പോകുന്ന ഒരു മെറ്റാലിക് റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഏത് ടൈം എടുത്താലും സ്റ്റഡി സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പോയിന്റിലെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ദ ടെമ്പറേച്ചർ ഓഫ് ദിസ് 2 ഡിഫറെന്റ് പോയിന്റ്, ഈ 2 പോയിന്റിലെ ടെമ്പറേച്ചറുകൾ വ്യത്യസ്തമായിരിക്കും, അല്ല ഡിഫറെന്റ് ആയിരിക്കും. ഇതിപ്പോ T1 ആണ് ഈ പോയിന്റിലെ ടെമ്പറേച്ചർ എങ്കിൽ ഞാനിപ്പം ഇപ്പൊ ഈ സമയത്ത് മെഷർ ചെയ്തു, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മെഷർ ചെയ്തു, 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മെഷർ ചെയ്തു, 20, അങ്ങനെ പല പല സമയത്ത് മെഷർ ചെയ്തപ്പോഴും ഈ പോയിന്റിലെ ടെമ്പറേച്ചർ T1 ആയി തന്നെ നിന്നു. പക്ഷെ ഈ ടെമ്പറേച്ചർ ആയിരിക്കില്ലേ വേറൊരു പോയിന്റിൽ, ഈ പോയിന്റിൽ T2 ആണ്. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇവിടുത്തെ ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കും. ഡിഫറെന്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതും കോൺസ്റ്റന്റ്, ഇതും കോൺസ്റ്റന്റ്, പക്ഷെ ഇത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മളൊരു സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവ തമ്മിലൊരു ടെമ്പറേച്ചർ വ്യത്യാസം വരും. ആ വ്യത്യാസത്തെ നമുക്ക് T1 മൈനസ് T2 എന്നോ, ഇവിടുന്നാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ T1 ഗ്രേറ്റർ ദാൻ ആയിരിക്കും. സോ T1 മൈനസ് T2 എന്ന് എടുക്കാം. ഇനിയിപ്പം ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ T1 മൈനസ് T2 ബൈ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് T1 മൈനസ് T2 ബൈ എക്സും ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എയും ഇതിലൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന സമയം സ്മോൾ ടിയും ആണെങ്കിൽ the quantity of heat flow Q directly proportional to area T1 minus T2 by X and time. ഏരിയ കൂടിയാൽ കൂടും, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കൂടി കഴിഞ്ഞാൽ ഹീറ്റ് ഫ്ലോ കൂടും, സമയം കൂടുന്നതനുസരിച്ചും കൂടും. സോ വി ക്യാൻ multiply it with a constant. So Q is equal to K into A into T1 minus T2 by X into T. This constant K is called thermal conductivity. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞത്. Now today we are going to discuss 2, 3, 4 examples of thermal conductivity. So next heading, examples of thermal conductivity. Examples of thermal conductivity. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ 1-2 ഫിഗർ അയച്ചു തന്നില്ലായിരുന്നോ? കണ്ടിരുന്നോ? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇത് അയച്ചു തന്നപ്പം 2 ഇമേജ് അയച്ചു തന്നിരുന്നു. അഭിലാഷ് കണ്ടിരുന്നോ? കണ്ടായിരുന്നു സാർ. അത് എന്നതായിരുന്നു മനസ്സിലായോ? ഒന്നെന്ന് പറയുന്നത് വലിയ ഐസ് കട്ടകൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ്. സോ ലാർജ് ഐസ് ക്യൂബ്സ് ദാറ്റ് ഈസ് പാക്ഡ് ഇൻ സോഡസ്റ്റ്. സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? അറക്കപ്പൊടി. ഈ വലിയ ഐസിന്റെ കട്ടകളുണ്ടല്ലോ, നമ്മളിപ്പം ഫിഷിങ്ങിൽ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുമ്പം ഇത് സ്റ്റോർ ചെയ്യുന്നത് സോഡസ്റ്റിലായിരുന്നു. അതായിരുന്നു ഒരു പടം ഞാൻ അയച്ചു തന്നു. വലിയ ഐസ് കട്ടകൾ അറക്കപ്പൊടിക്കാതിരിക്കുന്ന ഒരു ഫിഗർ. അതെന്താണ് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് ബന്ധം? അറക്കപ്പൊടി എന്ന് പറയുന്ന സാധനം എന്നാണ്? അത് ആക്ച്വലി ഒരു ഇൻസുലേറ്റർ അല്ലേ? അപ്പം ഈ അറക്കപ്പൊടികൾ, ലാർജ് പൊടികൾ ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുമ്പം, ഇവിടെ ഒരു ഐസിന്റെ ക്യൂബ് ഇരിക്കുന്നതിന്റെ സറൗണ്ടിങ് മുഴുവൻ അറക്കപ്പൊടി കിടക്കുമ്പം
എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പൊടികൾക്കിടയ്ക്ക് ഈ അറക്കപ്പൊടികൾക്കുള്ളിൽ എയർ ട്രാപ്പ് ചെയ്യപ്പെടും. പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ എയർ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിന് പുറത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഇതായിട്ടുള്ള ടച്ച് അല്ലെങ്കിൽ അതുമായിട്ടൊരു എന്നാ പറഞ്ഞ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരികയില്ല. ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ വെക്കുവാണെങ്കിൽ അപ്പോഴേ അത് ഉരുകിപ്പോവും. അപ്പം ഇതിനെ നമ്മൾ ഒരു കണ്ടക്ടറുമായിട്ട് ടച്ച് വരാതെ ഇതിന് ചുറ്റും അറക്കപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നോർമലി അത് എത്ര നേരം അല്ലാതെ ഇരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ സമയം ഇതിന് ഐസിന്റെ കട്ടയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണത്. ദ ഐസ് ഈസ് പാക്ഡ് ഇൻ സോഡസ്റ്റ്. വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ഇതിങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട്, ഏത് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഫസ്റ്റ് സെക്ഷനിൽ ചോദിക്കും. ഐസ് ഈസ് പാക്ഡ് ഇൻ സോഡസ്റ്റ്. കാരണം ഇതാണ്, എയർ is trapped inside this sawdust, so it is a poor conductor for heat flow. ഈ ഐസിൽ നിന്ന് ടെമ്പറേച്ചർ പുറത്തു പോകാൻ സാധിക്കാതെ ഒരു പുവർ കണ്ടക്ടറായിട്ട് ഈ സോഡസ്റ്റ് എയർ ട്രാപ്ഡ് വിത്തിൻ ദ സോഡസ്റ്റ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ പുവർ കണ്ടക്ടർ. രണ്ടാമത് ഞാനൊരു ഫിഗർ അയച്ചു തന്നിരുന്നു, ഒരു കിളിയുടെ പടം, ഒരു പക്ഷിയുടെ പടം. അതിങ്ങനെ ഈ മഞ്ഞ് അല്ലെങ്കിൽ ഐസ് മേഖലകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരു പക്ഷിയുടെ ഇമേജാണ്. അതിങ്ങനെ ഈ അതിന്റെ തൂവലുകൾ വിടർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഫിഗർ. കണ്ടായിരുന്നോ? ഫിഗർ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു സാർ. അതെന്തിനായിരിക്കും? അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരം. ബേഡ്സ് ആർ swell their feathers in winter. Birds swell their feathers in winter. തണുപ്പ് കാലത്ത് അതുങ്ങള് തൂവല് വിടർത്തും. സെല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കിളി ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ തൂവല് വിടർത്തി കഴിഞ്ഞാല് എന്നാ പറയും? ആ തൂവലിനിടയ്ക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ എന്നാ ചെയ്യാം? ഈ ഫെദറിനും ഇതിന്റെ ബോഡിയും തമ്മിൽ ഒരു ഗ്യാപ്പ് അല്ല ഒരു ഡിസ്റ്റൻസ് കിട്ടും. അതിനകത്ത് ഇതുപോലെ തന്നെ എയറിനെ ട്രാപ്പ് ചെയ്യാം. അപ്പൊ അതിന് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒത്തിരി തണുപ്പ് അഫക്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബേഡ്സ് ആർ സ്വെൽ ദെയർ ഫെദേഴ്സ് ഇൻ വിന്റർ. Then at this time birds encloses air between their bodies and feather. തൂവലിനും ബോഡിക്കും ഇടയിൽ എയറിനെ എൻക്ലോസ് ചെയ്യിപ്പിക്കും. സോ ഇറ്റ്സ് വെരി ഈസി വേ ടു സർവൈവ്. തണുപ്പിൽ നിന്ന് അല്ലെ വിന്ററിൽ നിന്ന് അതിജീവനം അല്ലെ രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ്. സോ ഇങ്ങനെ പല പല എക്സാമ്പിൾ. സോ നെക്സ്റ്റ് വൺ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് അപ്ലയൻസസ്. ഇപ്പം ഡിഫറെൻ്റ് പാത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പിടി എന്തായിരിക്കും? തടി കൊണ്ടുള്ളതായിരിക്കും അല്ലേ? വുഡൻ ഹാൻഡിൽസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സിംപിളി നമുക്കറിയാം, കണ്ടക്ടർ ആണെങ്കിൽ ഹീറ്റ് ഫ്ലോ ചെയ്യും, നമ്മളുടെ കൈ ബേണിങ് എഫക്റ്റ് അല്ലെങ്കിൽ പൊള്ളലുണ്ടാവും. അപ്പോൾ എന്നാ പറ്റും? ഇവിടെ ഇപ്പോൾ ഒരു കുക്കറോ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ഹാൻഡിൽ ഇങ്ങേ അറ്റത്ത് വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡനാക്കി കൊടുക്കും. വുഡനാക്കി കൊടുക്കുമ്പം അത്രയും സ്ഥലത്തോടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പം അവിടെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംപിളി അറിയാം, നമ്മുടെ ഹാൻഡിനെ നമുക്ക് ബേണിങ് എഫക്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയും.
One more example is discussed in our textbook, that is in winter തണുപ്പ് കാലത്ത് മെറ്റൽ കൂടുതൽ തണുത്തിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കതകിന്റെ ഇത് തുറക്കിയല്ലേ നമ്മള് ഫ്രണ്ടില്, അതൊരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ അതിന്റെ തണുപ്പ് ഭയങ്കരമായിരിക്കും. അതായത് പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തണുത്തിരിക്കും. തോന്നിയിട്ടുണ്ടോ? അല്ലെ, ഈവൻ നമ്മളിപ്പം പുറത്ത് ഇവിടെ ഈ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോഴും ടൂർ പോകുമ്പോഴും നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ അതിനിപ്പം മെറ്റലിന്റെ പിടിയാണ് കഥ തുറക്കണമെങ്കിൽ നമ്മൾ തണുത്ത് വന്ന ചതയെ പിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പുള്ളതായിട്ട് തോന്നും. ആർക്കും തോന്നിയിട്ടില്ല? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നും. മെറ്റാലിക് ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ഒരു ഫീല് വരും. അതെന്നാന്ന് ചോദിച്ചാൽ ഈ തണുപ്പ് കാലത്ത് നമ്മളുടെ സറൗണ്ടിങ്സ് മുഴുവൻ തണുത്തായിരിക്കണേ അല്ലേ? അപ്പം അതിനെ അപേക്ഷിച്ച് നമ്മുടെ ബോഡിക്കാണ് അല്പം ടെമ്പറേച്ചർ കൂടുതൽ. ഇപ്പം നമ്മളൊരു മെറ്റാലിക് ബോഡിയെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഒരു മെറ്റൽ ഇതെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കൈയുടെ അവിടെയുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടെയുള്ള ഹീറ്റ് എന്ത് ചെയ്യും? ആ മെറ്റൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകും. അപ്പം നമുക്ക് കൂടുതൽ തണുപ്പ് അവിടെ ഉള്ളതായിട്ട് തോന്നും. കൃത്യമായിട്ട് ആൻസർ പറയണം. ഇൻ വിന്റർ metals appear colder than wood. മെറ്റൽ തടിയേക്കാൾ കോൾഡർ ആയിട്ട് തോന്നും. എന്താണ് കാരണം പറഞ്ഞത്? ഇൻ വിന്റർ ദ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് ഹയർ ദാൻ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. ചുറ്റുപാടും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ. അപ്പോൾ വെൻ വി ടച്ച് എ മെറ്റൽ, നമ്മളൊരു മെറ്റൽ പാർട്ടിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം അവർ ബോഡി ടെമ്പറേച്ചർ ഈസ് ട്രാൻസ്ഫർഡ് ടു ദിസ് മെറ്റൽ. പക്ഷെ ഒരു വുഡെ ടച്ച് ചെയ്താൽ തന്നെ പറ്റും, നമ്മളുടെ കയ്യിൽ നിന്ന് ഹീറ്റ് പോവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഒരു പെർഫെക്റ്റ് കണ്ടക്ടർ അല്ല, അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പം തടിയെ തൊട്ട് കഴിഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ സാധാരണ രീതിയിലും, ഒരു മെറ്റലെ തൊട്ട് കഴിഞ്ഞാൽ വിന്റർ സീസണിൽ കൂടുതൽ കോൾഡർ ആയിട്ടും തോന്നും. ദീസ് ആർ ദ ഡെയിലി ലൈഫ്. നമുക്ക് നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പല പല എക്സാമ്പിൾ തെർമൽ കണ്ടക്ടിവിറ്റീനെ അടിസ്ഥാനപ്പെടുത്തി പറയാവുന്നതാണ്. ദ യൂസ് ഓഫ് വുഡൻ ഹാൻഡിൽസ്. In winter, the metal appears colder than to that of wood. The sawdust, ice is kept in the sawdust. The birds are swell their feathers in winter. These are the examples of thermal conductivity. So next heading, thermometric conductivity or thermal diffusivity. രണ്ടും കൂടെയും ഡിഫറൻസ് വെച്ച് ചോദിക്കാവുന്ന ഒരു ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ thermal conductivity and thermometric conductivity? So thermometric conductivity. ഇപ്പം തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ എപ്പോഴാ പറഞ്ഞത്? അതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞത് ആഫ്റ്റർ സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റിന് ശേഷമാണ് തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പോയിന്റ് T1 അത് കൃത്യമായിട്ട് T1 തന്നെയായിരിക്കും, ഇത് കൃത്യമായിട്ട് T2 തന്നെയായിരിക്കും. അതങ്ങനെ പറയണമെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തണം. ആദ്യം കുറേ നേരം ഹീറ്റ് ഫ്ലോ ചെയ്ത് അത് സ്റ്റഡി സ്റ്റേറ്റിൽ. പക്ഷേ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി, ഇനി ചോദ്യം ചിലപ്പം തിരിച്ചു ചോദിക്കാം, മറ്റൊരു പേരുണ്ട് തെർമൽ ഡിഫ്യൂസിവിറ്റി. ഇപ്പം thermometric conductivity or thermal diffusivity
എവിടെയായിരിക്കും നമ്മൾ പറയുന്നത്? ദാറ്റ് വി ആർ ഡിസ്കസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓർ ബിഫോർ സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റിന് മുമ്പ് ഹീറ്റ് ഫ്ലോയിനെ കുറിച്ച് പറയുന്നതാണ് തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി ഇൻ എ മെറ്റീരിയൽ. സോ the rate of flow of heat through a material before steady state. That is thermometric conductivity. The rate of flow of heat through a material before steady state. സ്റ്റഡി സ്റ്റേറ്റിന് മുമ്പ് ഉണ്ടാകുന്ന ഹീറ്റ് ഫ്ലോ എത്രയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഈ ഓരോ മെറ്റീരിയലിനും ഡിഫറെന്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഇപ്പം തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയത് പെട്ടെന്ന് ഹീറ്റിനെ കടത്തിവിടും, കുറഞ്ഞത് പതുക്കെ കടത്തിവിടും. സോ ദ തെർമൽ ഡിഫ്യൂസിവിറ്റി ഓർ തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി ഓൾസോ ഡിപ്പെൻഡ് the thermal conductivity of the material. It depends the thermal conductivity of the material, and also it depends the heat capacity of that material. Second point പറഞ്ഞു, എന്താന്ന് പറഞ്ഞു? അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? That is depend upon the thermal conductivity of the material. അല്ലെങ്കിൽ നമ്മൾ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തെർമൽ കണ്ടക്ടിവിറ്റിനെ കെ എന്ന് എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് പറയാം അത് കെയിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു സി ആണ്. സി കണ്ടക്ടിവിറ്റി എത്രയാണോ നമ്മളുടെ മാസ്, എം ഇൻറ്റു സി. സോ ഹീറ്റ് കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, തെർമൽ കണ്ടക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. തെർമോമെട്രിക് കണ്ടക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. സോ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. തെർമോമെട്രിക് കണ്ടക്ടിവിറ്റി എച്ച്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ടു ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് വോളിയം. എഴുതി കഴിയുമ്പോൾ മനസ്സിലാക്കി. തെർമൽ കണ്ടക്ടിവിറ്റി, ratio of thermal conductivity divided by heat capacity per unit volume. അപ്പോൾ heat capacity divided by volume. അപ്പോൾ thermal conductivity ലെറ്റർ നമുക്കറിയാം, H is equal to K divided by ഹീറ്റ് കപ്പാസിറ്റി എം ഇൻറ്റു സി ആണെങ്കിൽ എം സി ഡിവൈഡഡ് ബൈ വി. ഇനി മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി. സോ കെ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു സി. റോ സി എന്ന് പറയാം അല്ലേ, റോ സി. സോ എച്ച് ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു സി. That is a relation between thermometric conductivity and thermal conductivity. Difference is that thermal conductivity is discussed after the steady state, but thermometric conductivity is discussed before the steady state, but which are interconnected to each other. And by the relation H is equal to K divided by rho into C, where H is the thermometric conductivity and K is the thermal conductivity. ഇപ്പൊ നമുക്ക് ഇനി പറയാൻ പോകുന്ന തെർമൽ കണ്ടക്ടിവിറ്റി കേട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം ഒരു മെറ്റീരിയലിന്റെ? അപ്പം it is an experimental method or
we are going to discuss an experimental method to find out the thermal conductivity of a salt. Experimental method to find out the thermal conductivity K കണ്ടുപിടിക്കണം. അതിന് ഡെറിവേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്നുള്ളത്. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ലീസ് ഡിസ്ക് മെത്തേഡ്. അങ്ങനെ തന്നെ ചിലപ്പം എക്സാമിന് ചോദിക്കും, എക്സ്പ്ലെയിൻ ലീസ് സയന്റിസ്റ്റിന്റെ പേര് കേട്ടോ, ലീസ് ഡിസ്ക് മെത്തേഡ്. ഇവിടെ ലീസ് ഡിസ്ക് എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമുക്ക് ഏത് മെറ്റീരിയലിന്റെ ആണോ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ പല പല മെറ്റീരിയലിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം, ഈ മെറ്റീരിയലിന് ഇത്രയാണെന്ന് അറിയാൻ വേണ്ടി. സോ ഇപ്പൊ ഞാൻ പറയാണ്, ഒന്നെങ്കിൽ റബ്ബർ. മെത്തേഡ് മെയിൻലി this method is used or applicable in the case of poor conductors. Poor conductorsന്റെ കേസിലാണ് ദിസ് മെത്തേഡ് ആപ്ലിക്കബിൾ ആയി വരുന്നത്. അവിടെ നമ്മളൊരു റബ്ബറിന്റെയോ ഒരു കാർബോർഡിന്റെയോ or leather or this type of some poor conductors, അവരുടെ തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ we are using this method, ലീസ് ഡിസ്ക് മെത്തേഡ്. അപ്പം ഈ മെറ്റീരിയലിന്റെ ഒരു ഡിസ്ക് ഫോം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് ഇതിന് ഈ ഡിസ്ക് എന്ന് പറഞ്ഞ ടേമിൽ ലീസ് ഡിസ്ക് മെത്തേഡ് എന്ന് പറയാൻ കാരണം. അതിനൊരു ഫിഗർ ഉണ്ട്, ഞാൻ വരച്ച് കാണിക്കാം. ഇതിപ്പം സോ ദിസ് ഈസ് ദ ലീസ് ഡിസ്ക് മെത്തേഡ്. ഓർ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിന്റെ ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏത് മെറ്റീരിയലിന്റെ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ മെറ്റീരിയലിൽ ഉണ്ടാക്കിയ സർക്കുലർ ഡിസ്ക് ആണ് ഡി. ഡി എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട മെറ്റീരിയൽ, അല്ലെ സ്പെസിമെൻ എന്ന് പറയും. സ്പെസിമെൻ ഡിസ്ക് ആയിരിക്കും ഡി. അതിന് മുകളിലും താഴെ എന്ത് വ്യത്യാസം ഉണ്ടായെന്ന് പറയാം. എ ആൻഡ് ബി എന്ന് ഞാൻ അങ്ങ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇല്ല നിങ്ങൾ ഇത് ഒരെണ്ണം തന്നെ, ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. സോ എ ആൻഡ് ബി രണ്ടും പടത്തിൽ എഴുതിയെങ്കിൽ, ഇല്ല ഇവിടെ എ കൊടുത്തിട്ട് ഇത് രണ്ടും എ എന്ന് പറയണം. അത് നമ്മൾ എന്താ വെച്ചാൽ ബ്രാസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ സർക്കുലർ ഡിസ്കാണ്. സർക്കുലർ ബ്രാസ് ഡിസ്ക്. ഇനി ഇതിന് മുകളിൽ സി, അതൊരു ഹോളോ പാർട്ട്, ഒരു ഹെവി ഹോളോ സിലിണ്ടറിക്കൽ പാത്ത് ഓർ സിലിണ്ടറിക്കൽ സ്റ്റീം ചെസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ ഈ എൻഡിലൂടെ സ്റ്റീം ഇങ്ങ് കയറി വരും. നമുക്കറിയാം ഇത് ബ്രാസ് ആണ്, ഈ മെറ്റീരിയൽ ചൂടാകും. അപ്പം അതിനെ ഇവിടെ ഒരു മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എത്രമാത്രം ടെമ്പറേച്ചർ ഇവൻ താഴത്തോട്ട് കടത്തി വിടും. അപ്പൊ ആ T1 T2 മെഷർ ചെയ്യാൻ നമുക്ക് ആ വ്യത്യാസത്തിൽ നിന്ന് ഇത് എത്രമാത്രം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അറിയാം. വളരെ സിമ്പിൾ ആണ്. സോ ഒരു സ്റ്റീം കടന്നു വരുന്നു, ആ സ്റ്റീം ഇതിലെ പുറത്ത് പോകുന്നു. ഇതിനെ സിലിണ്ടറിക്കൽ സ്റ്റീം ചെസ്റ്റ് എന്ന് വിളിച്ചു. എ ആൻഡ് ബി എന്ന് പറയുന്ന ബ്രാസ് മെറ്റീരിയൽ ആണ്. ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെസിമെൻ. ഇനി
ഹിയർ സി ആൻഡ് ബി ഓർ ഇത് രണ്ടും ഇങ്ങോട്ട് ടെമ്പറേച്ചർ കടന്നു പോരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സി എ ആൻഡ് ബി ആർ നിക്കൽ പ്ലേറ്റഡ്. അതിൻ്റെ ചുറ്റും നമ്മൾ നിക്കൽ കൊണ്ടൊരു കോട്ട് അടിക്കും. നിക്കൽ പ്ലേറ്റഡ് നല്ല എമിസിവിറ്റി അല്ലെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചറിനെ കടത്തിവിടാൻ വേണ്ടി. നിക്കൽ പ്ലേറ്റഡ് so that they have good emissivity. അല്ലെ കിട്ടുന്ന റേഡിയേഷനെ അവിടെ നിന്ന് എമിറ്റ് ചെയ്യുക. അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പൊ നമ്മുടെ സ്പെസിമെൻ ഒഴികെ ബാക്കി എല്ലാത്തിനും എന്നാ ചെയ്യണം? നിക്കൽ കൊണ്ടൊരു കോട്ടിങ് കൊടുക്കും. ഇനി T1 and T2 ഇനി ഫിഗറിൽ നിന്ന് മനസ്സിലായില്ലേലും അങ്ങനെ പറയാം. T1 and T2 are the thermometers that inserted into A and B part of the brass disc. ബ്രാസ് ഡിസ്കിന്റെ അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ സ്പെസിമെന്റെ മുകളിലും സ്പെസിമെന് താഴെയും കൊടുക്കുന്ന തെർമോമീറ്റേഴ്സ് inserted into B and A or A and B, which are close to D. അത് എഴുതണം. സ്പെസിമെന്റ് അപ്പുറം ഇപ്പുറയാണ് നമുക്ക് ടെമ്പറേച്ചർ അളക്കെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കണം. ഇതിന്റെ ഇങ്ങനെ അറ്റത്തോട്ടില്ല, പരമാവധി ഇങ്ങനെ അടുപ്പിച്ച് തന്നെ ഇത് കൊടുക്കണം കേട്ടോ. സോ ഒന്നുകൂടെ പറയാം, ഇതാണ് നമ്മളുടെ ലീസ് ഡിസ്ക് മെത്തേഡ്. ലീസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഡിസ്ക് രൂപത്തിൽ നമുക്ക് ഏത് പൂർ കണ്ടക്ടറിന്റെ ആണോ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഒരു ഡിസ്ക് ഉണ്ടാക്കി. അതിനെ നമ്മളൊരു ബ്രാസിന്റെ 2 ഡിസ്കിന് ഇടയ്ക്ക് പ്ലേസ് ചെയ്തു. അതിന് മുകളിലൊരു സ്റ്റീമിന്റെ ചെസ്റ്റ് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ സ്റ്റീം കടത്തിവിടാവുന്ന ഒരു പോർഷൻ കൊടുത്തു. ഇതിലെ സ്റ്റീം കയറുന്നു, ഇതിലെ സ്റ്റീം ഇറങ്ങി പോകുന്നു. അതനുസരിച്ച് നമ്മുടെ ഇവിടെ ബ്രാസ് ചൂടാകും, ഇതിനകത്തൊരു ടെമ്പറേച്ചർ കിട്ടും. എന്നിട്ട് ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് ബാക്കി സ്റ്റീമിനെ അല്ലെങ്കിൽ ബാക്കി ഹീറ്റിനെ താഴത്തേക്ക് കടത്തിവിടും. നമുക്ക് T2 T1 മെഷർ ചെയ്തിട്ട് അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം.